ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഓയിലൊന്നും യൂസ് ആക്കാണ്ട് നല്ല അടിപൊളി ടേസ്റ്റുള്ള ഒരു സ്നാക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. ഭയങ്കര സിമ്പിളായിട്ടുള്ള ഒരു ചിക്കൻ നാനിൻ്റെ റെസിപ്പിയാണ്. വൈകുന്നേരം ചായയുടെ കൂടെയോ അല്ലെങ്കിൽ ഡിന്നറിനൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു കിഡിലൻ ഐറ്റമാണ് ഇത് കേട്ടോ. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ. ഇപ്പോൾ വീഡിയോയിലേക്ക് പോകും മുന്നേ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇഷ്ടപ്പെട്ട ലൈക്കും കൂടി ചെയ്യണേ. അപ്പോൾ പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം. അതിനായിട്ട് ഇതുപോലെ ഒരു ബൗളിലേക്ക് 1 കപ്പ് മൈദ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യമായ ഉപ്പും ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ സോഡാപ്പൊടിയും 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കൂടി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ പഞ്ചസാരയും 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി അടുത്ത് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ തൈരും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. ഇതിപ്പോൾ എല്ലാം കൂടി നല്ലതുപോലെ മിക്സ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമായ വെള്ളം ചേർത്ത് ഒന്ന് കുഴച്ചെടുക്കണം. നമ്മൾ ചപ്പാത്തിയുടെ മാവൊക്കെ കുഴച്ചെടുക്കുന്ന ആ രീതിയിലായിട്ട് കുഴച്ചെടുക്കണം കേട്ടോ. ഇനി ഈ മാവ് നല്ല രീതിയിൽ കുഴച്ചെടുത്ത് ഒന്ന് സോഫ്റ്റ് ആക്കിയിട്ട് എടുക്കണം. ഇത് ഈ ഒരു രീതിയിലായിട്ട് എടുക്കണം. അപ്പോൾ നമ്മുടെ നാനിൻ്റെ ഡോ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു 5 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ച് കൊടുക്കാം. അപ്പോഴേക്കും നമുക്കിതിലേക്ക് വേണ്ട ഫില്ലിംഗ് ഒന്ന് റെഡിയാക്കി എടുക്കണം. അതിനായിട്ട് ഇതുപോലൊരു പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്ത് കൊടുക്കാം. ഓയിലൊന്ന് ചൂടായതിനു ശേഷം 1 ടേബിൾ സ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചതച്ചത് ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. അതിനുശേഷം ചിക്കൻ ചെറുതാക്കി കട്ടാക്കിയത് ഇട്ട് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ചിക്കൻ ഒന്ന് വൈറ്റ് കളർ ആവുന്നത് വരെ മിക്സ് ചെയ്തെടുക്കണം. ഇപ്പോൾ ചിക്കൻ ഒന്ന് കളറൊക്കെ ചേഞ്ച് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. എന്നിട്ടിത് അടച്ച് വെച്ച് ചിക്കൻ ഒന്ന് വേവിച്ചെടുക്കാം. ചിക്കൻ ചെറിയ പീസാക്കിയത് കൊണ്ട് തന്നെ ഒരു 10 മിനിറ്റ് കൊണ്ട് വെന്ത് കിട്ടുന്നതാണ്. ഇതിപ്പോൾ ചിക്കൻ നല്ലതുപോലെ തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഫ്ലെയിം നമുക്ക് ഓഫ് ചെയ്ത് വെക്കാം. ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നതെല്ലാം ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷമാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. 1/2 കപ്പ് സവാള പൊടിയായി കട്ടാക്കിയത്, 1/4 കപ്പ് ക്യാപ്സിക്കം, കുറച്ച് മല്ലിയില. ഇത് മാത്രമല്ല, ഇതിൻ്റെ കൂടെ വേണമെങ്കിൽ ക്യാരറ്റും സ്വീറ്റ് കോണൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം ഞാൻ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ പാലും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പാലിന് പകരം നിങ്ങളുടെ കയ്യിൽ ഫ്രഷ് ക്രീം ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താലും മതി. എന്നിട്ട് ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. പാല് ചേർത്ത് കൊടുക്കുന്നത് ഫില്ലിംഗ് ഒന്ന് സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ്. ചേർത്ത് കൊടുത്തില്ലെങ്കിൽ പ്രശ്നമൊന്നുമില്ല, ടേസ്റ്റിനൊന്നും ഒരു കുറവുണ്ടാവില്ല. അപ്പോൾ നമ്മുടെ ഫില്ലിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതവിടെ മാറ്റി വെക്കാം. അപ്പോഴേക്കും നമ്മൾ നേരത്തെ കുഴച്ച് വെച്ച മാവിടെ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതൊന്നും കൂടി ഇതുപോലെ ഒന്ന് കുഴച്ചിട്ടെടുക്കാം. അതിനുശേഷം നമുക്ക് ഇതിനെ ഒരു 6 ബോൾസ് ആക്കി എടുക്കാം. ഈ ഒരു അളവിൽ നമുക്കൊരു 6 നാനാണ് കേട്ടോ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നത്. ഇനി ഓരോന്നും പരത്തിയെടുക്കാം. ഇതുപോലെ പൊടിയിട്ടിട്ട് പരത്താം. നമ്മുടെ പൂരിയുടെയൊക്കെ ഒരു സൈസ് മതി. ആ ഒരു സൈസ് ആവുന്നവരെ പരത്തിയെടുക്കാം. കൂടുതൽ വലുതാക്കി എടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. കൂടുതൽ വലുതാക്കിയാൽ നമ്മൾ ഫില്ലിങ് നിറച്ചെടുക്കുന്ന സമയത്ത് പൊട്ടിപ്പോവും. ഇതിപ്പോൾ ഈ ഒരു സൈസിലാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ഫില്ലിങ് വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് ഇതൊരു കിഴി പോലെ ചെയ്ത് കൊടുക്കാം. ഇതിപ്പോൾ ഇതിൽ കാണുന്നത് പോലെ ചെയ്തിട്ടെടുത്താൽ മതി. കിഴി പോലെ ആക്കിയതിന് ശേഷം നല്ലതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഒട്ടും ഫില്ലിങ് പുറത്തേക്ക് കാണാത്ത രീതിയിലാക്കി കൊടുക്കാം. ഇനി ഇതൊന്ന് നമുക്ക് പരത്തിയിട്ടെടുക്കാം. ഇത് ഈ ഒരു വീഡിയോയിൽ കാണുന്നത് പോലെ ചെയ്തിട്ടെടുത്താൽ മതി. അഥവാ ഫില്ലിങ് പുറത്ത് കാണുന്നുണ്ടെങ്കിൽ അത് കൈ വെച്ചിട്ടൊന്ന് കവർ ചെയ്ത് കൊടുത്താൽ മതി. ഇതുപോലെ 2 സൈഡ് നല്ലതുപോലെ ഒന്ന് പരത്തിയെടുക്കാം. ഇത് ഈ ഒരു സൈസിലായി കിട്ടിയാൽ മാത്രം മതി കേട്ടോ, കൂടുതൽ പരത്തിയെടുക്കണ്ട. ഇതിപ്പോൾ ഞാനിപ്പോൾ ഒന്ന് ചെയ്തിട്ടെടുത്തിട്ടുണ്ട്. ഇതുപോലെ തന്നെ ബാക്കിയുള്ളതെല്ലാം പരത്തിയെടുത്ത് ഇപ്പോൾ ചെയ്തതുപോലെ തന്നെ ചെയ്തിട്ടെടുക്കാം. ഇതിപ്പോൾ ഞാൻ ഫുള്ളും ചെയ്തിട്ടെടുത്തിട്ടുണ്ട്. ഇനി അടുത്തത് നമുക്ക് ഇതുപോലൊരു പാന് ചൂടാക്കാൻ വെക്കാം. അതിലേക്ക് ഓരോന്ന് വെച്ച് കൊടുക്കാം. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കേട്ടോ നമുക്കിത് കുക്ക് ചെയ്തിട്ടെടുക്കാൻ വേണ്ടിയിട്ട്. തിരിച്ചും മറിച്ച് ഇട്ട് കൊടുത്തോണ്ടിരിക്കണം. എന്നിട്ട് വേണം കുക്ക് ചെയ്തിട്ടെടുക്കാൻ വേണ്ടിയിട്ട്. എന്നാലേ 2 സൈഡ് നല്ലതുപോലെ കുക്കായി കിട്ടും. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് നെയ്യൊന്ന് പുരട്ടി കൊടുക്കാം. എന്നിട്ട് കുറച്ച് മല്ലിയില കട്ടാക്കിയത് ഇട്ട് കൊടുക്കാം. നെയ്യ്ക്ക് പകരം ബട്ടർ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇങ്ങനെ ചേർത്ത് കൊടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. എന്നിട്ട് തിരിച്ചും മറിച്ചിട്ടിട്ട് നമുക്ക് കുക്ക് ചെയ്തിട്ടെടുക്കാം. ലോ ഫ്ലെയിമിൽ വെച്ച് തന്നെ കുക്ക് ചെയ്യണം കേട്ടോ. ഒരിക്കലും ഹൈ ഫ്ലെയിമിൽ വെച്ച് കുക്ക് ചെയ്തിട്ടെടുക്കരുത്. അപ്പോൾ ഉൾഭാഗമൊക്കെ കുക്കാകാതെ പോവും.
അപ്പോൾ ഞാൻ ആദ്യം ഒന്നിട്ടിട്ടാണ് കേട്ടോ ആക്കിയെടുത്തത്. ഇനി ഇതുപോലെ തന്നെ ബാക്കിയുള്ളതെല്ലാം കൂടി ഇട്ട് കൊടുത്ത് നമുക്ക് ഫ്രൈ ചെയ്തിട്ടെടുക്കാം. ഒട്ടും ഓയിൽ യൂസ് ചെയ്യാണ്ടാണ് കേട്ടോ നമ്മൾ ഈ ഒരു സ്നാക്ക് ഉണ്ടാക്കിയെടുക്കുന്നത്. ഇനി ഇതെല്ലാം കൂടി നമ്മൾ നേരത്തെ ചുട്ടെടുത്തതുപോലെ തന്നെ ചുട്ടെടുക്കാം. തിരിച്ചും മറിച്ചിട്ടിട്ട് ലോ ഫ്ലെയിമിൽ തന്നെ ചുട്ടെടുക്കാൻ നോക്കണം. ഞാനിപ്പോൾ ഇത് ഫുള്ളായിട്ട് ഫ്രൈ ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. അപ്പം നമ്മുടെ കിഡിലും ടേസ്റ്റുള്ള ചിക്കൻ ഞാനിവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് ഇഫ്താറിൻ്റെ സമയത്തും വൈകുന്നേരം ചായയുടെ കൂടെയും അല്ലാതെ ഡിന്നറിനൊക്കെ കഴിക്കാൻ പറ്റിയ അടിപൊളി ഐറ്റമാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്തായാലും മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു അടിപൊളി ഐറ്റം തന്നെയാണിത്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റിൽ പറയണം കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ. ഇനി സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇനി അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്.